പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വൃത്തിയാക്കിയ കണവയിലേക്ക് നമുക്കൊന്ന് മസാല പുരട്ടി വയ്ക്കണം. അതിനുവേണ്ടി ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കണവ നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയെല്ലാം നല്ലതുപോലെ വാടി വന്നതിന് ശേഷം അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മസാലകളെല്ലാം കണവയിൽ പുരട്ടി വെച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കും. കണവയിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലാവശ്യമായ വെള്ളമെല്ലാം കണവയിൽ നിന്ന് തന്നെ ഊറി വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കണവയിലുള്ള വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലുള്ള എല്ലാ വെള്ളവും ഒന്ന് വറ്റിച്ചെടുക്കാം. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിയായ കണവ റോസ്റ്റ് തയ്യാറായി. താങ്ക്സ് ഫോർ വാച്ചിങ്.